RTA ബസ്സുകളുടെ ലൈവ് ലൊക്കേഷൻ ഇനി മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നമുക്ക് ലഭിക്കും. ഇന്ന് ഒക്ടോബർ 7th മൺഡേ. പുതിയൊരു വീക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. പുതിയ വീക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിലാണ് പോകുന്നത്. ചൂടിനൊക്കെ നല്ല കുറവുണ്ട്. ഏകദേശം തണുപ്പ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ. കഴിഞ്ഞ ദിവസം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അഥവാ NCM റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു UAE ചില ഭാഗങ്ങളിലൊക്കെ മഴക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്ന്. അതുപോലെ തന്നെ മഴയും ഇടിമിന്നലൊക്കെ ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഷാർജ, കൽബ ഏരിയകളിലും ഫുജൈറയിലൊക്കെ മഴ ലഭിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളുമുണ്ട്. ഏകദേശം ഒക്ടോബർ 10 വരെ ഈ ഒരു കാലാവസ്ഥ തുടരുമെന്നും NCM അറിയിച്ചിട്ടുണ്ട്. ചില ഭാഗങ്ങളിലൊക്കെ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പ്രോപ്പർ വിന്റർ സീസണിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. വിന്ററൊക്കെ ആകുന്ന സമയത്ത് നല്ല തണുപ്പൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് യാത്ര ചെയ്യാനൊക്കെ ഒന്നും കൂടി ഒരു ത്രില്ല് ഉണ്ടാകുന്നതിന്. അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ, അതായത് പബ്ലിക് ട്രാൻസ്പോർട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ദുബായ് RTAയുടെ ബസ്സാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ച് അപ്ഡേഷൻസ് പറയാനുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ദുബായ് RTA ഒരു അമേരിക്കൻ കമ്പനിയായിട്ട് ധാരണയിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ബസ്സിന്റെ ഡീറ്റെയിൽസ്, കറന്റ് ലൊക്കേഷൻ, അതുപോലെ തന്നെ എന്തെങ്കിലും കാരണവശാൽ ബസ്സിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ റിപ്പയറിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എപ്പോൾ എത്തും എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ലഭിക്കുമെന്നാണ് ദുബായ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി സോഷ്യൽ മീഡിയ വഴി അറിയിച്ചിട്ടുള്ളത്. ഫോർ മോർ അപ്ഡേറ്റ്സ് സ്റ്റേ ട്യൂൺഡ്.